നെക്സ്റ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് സ്പീഡ്. വെക്റ്റർ ആർ ഓഫ് ടി ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും സ്പീഡും കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലാസാണ് ഇനി പറയുന്നത്. വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ളത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ടൈം ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്റ്റർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എഫും ജിയും എച്ചും ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ദെൻ ആ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടിയും ആക്സിലറേഷൻ വെക്റ്റർ എ ഓഫ് ടിയും സ്പീഡ് മോഡുലസ് ഓഫ് വി ഓഫ് ടിയും ഡിഫൈൻ ചെയ്യുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ. ആക്സിലറേഷൻ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി കെ. ദെൻ വെലോസിറ്റി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. സോ സ്പീഡ് മോഡുലസ് ഓഫ് വി ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ. സോ ഇതാണ് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും സ്പീഡും കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലാസ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ദി പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ ഈസ് ഗിവൺ ബൈ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Find its velocity, acceleration and speed when t equal to 2. Sketch the path of the object and the vectors vector v of 2 and vector a of 2. സോ ഇവിടെ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൻ്റെ ടൈം ടി ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വെക്റ്ററും ആക്സലറേഷനും അതുപോലെ തന്നെ സ്പീഡും കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ പാത്ത് സ്കെച്ച് ചെയ്യുവാനും അതുപോലെ തന്നെ വെക്റ്റർ വി ഓഫ് ടുവും വെക്റ്റർ എ ഓഫ് ടുവും അതിൽ സ്കെച്ച് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വെക്റ്ററും അതുപോലെ തന്നെ ആക്സലറേഷൻ വെക്റ്ററും കണ്ടുപിടിക്കാം. അറ്റ് എനി ടൈം ടി വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 2ti പ്ലസ് ജെ. അതുപോലെ ആക്സലറേഷൻ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 2i. ദെൻ ടൈം ടി ഈക്വൽ ടു 2 ആയിരിക്കുമ്പോൾ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് 2 ഈക്വൽ ടു 4i പ്ലസ് ജെ. അതുപോലെ ആക്സലറേഷൻ വെക്റ്റർ എ ഓഫ് 2 ഈക്വൽ ടു 2i. ദെൻ ടൈം ടി ഈക്വൽ ടു 2 ആയിരിക്കുമ്പോഴുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുവാൻ മോഡുലസ് ഓഫ് വി ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതി. വി ഓഫ് 2 ഈക്വൽ ടു 4i പ്ലസ് ജെ ആയതുകൊണ്ട് സ്പീഡ് അറ്റ് ടൈം ടി ഈക്വൽ ടു 2 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 1 അതായത് റൂട്ട് 17. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ പാത്ത് സ്കെച്ച് ചെയ്യുവാനും അതുപോലെ തന്നെ വി ഓഫ് 2 എ ഓഫ് 2 ഈ രണ്ട് വെക്റ്റേഴ്സും അതിൽ പ്ലോട്ട് ചെയ്യുവാനുമാണ്. നമുക്ക് ആദ്യം ആ ഒബ്ജക്റ്റിൻ്റെ പാത്ത് സ്കെച്ച് ചെയ്യാം. തന്നിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടി. അതിൽ നിന്നും ടി എലിമിനേറ്റ് ചെയ്യുമ്പോൾ ടിക്ക് പകരം വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കിട്ടും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുള്ള പരാബോളയുടെ എക്സ് ആക്സിന് മുകൾ ഭാഗത്തുള്ള പോർഷനാണ് ആ ഒബ്ജക്റ്റിൻ്റെ പാത്ത്. അതവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ടൈം ടി ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേവിലെ പോയിൻ്റ് ഓഡറ്റ് പെയർ 4,2 എന്നുള്ള പോയിൻ്റാണ്. ദെൻ ആ പോയിൻറ്റിൽ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് 2ഉം ആക്സലറേഷൻ വെക്റ്റർ എ ഓഫ് 2ഉം പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വി ഓഫ് 2 എന്നുള്ള വെക്റ്റർ 4i പ്ലസ് ജെ എന്നുള്ള വെക്റ്ററാണ്. അതായത് 4,1 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. സോ 4,1 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററിനെ 4,2 എന്നുള്ള പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആക്സലറേഷൻ വെക്റ്റർ എ ഓഫ് 2 ഈക്വൽ ടു 2i. അത് 2,0 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. സോ 2,0 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററിനെ 4,2 എന്നുള്ള പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അതവിടെ തന്നിട്ടുണ്ട്. അതാണ് നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the velocity vector, speed and acceleration vector of an object that moves along a plane curve C described by the position vector r of t equal to 3 cos ti plus 2 sin tj. സോ ഇവിടെ ഒരു കേവിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. ആ കേവിൻ്റെ വെലോസിറ്റി വെക്റ്ററും ആക്സലറേഷൻ വെക്റ്ററും അതുപോലെ തന്നെ സ്പീഡ് മോഡുലസ് ഓഫ് വി ഓഫ് ടിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -3 sin ti പ്ലസ് 2 cos tj. then അതിൻ്റെ സ്പീഡ് മോഡുലസ് ഓഫ് വി ഓഫ് ടി അറ്റ് എനി ടൈം ടി മോഡുലസ് ഓഫ് വി ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ ടി. then അതിൻ്റെ ആക്സലറേഷൻ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു -3 cos ti -2 sin tj.
അത് മൈനസ് ഓഫ് വെക്റ്റർ ആർ ഓഫ് ടി ആണ്, അതായത് അതിൻ്റെ പൊസിഷൻ വെക്റ്ററിൻ്റെ നെഗറ്റീവാണ് ആക്സിലറേഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വെലോസിറ്റി വെക്റ്റർ, ആക്സിലറേഷൻ വെക്റ്റർ ആൻഡ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ഇ റേസ് ടു 2tk ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി വെക്റ്ററും ആക്സിലറേഷൻ വെക്റ്ററും അതുപോലെ തന്നെ സ്പീഡും കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 1/2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1/2 ഐ പ്ലസ് 2tj പ്ലസ് 2 ഇ റേസ് ടു 2tk. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 1/2 റൂട്ട് ടി ഐ പ്ലസ് 2tj പ്ലസ് 2 ഇ റേസ് ടു 2tk. ദെൻ ആക്സിലറേഷൻ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 1/4 ടി റേസ് ടു മൈനസ് 3/2 ഐ പ്ലസ് 2j പ്ലസ് 4 ഇ റേസ് ടു 2tk. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 1/4 ഇൻറ്റു റൂട്ട് ഓഫ് ടി ക്യൂബ് ഐ പ്ലസ് 2j പ്ലസ് 4 ഇ റേസ് ടു 2tk. ദെൻ അതിൻ്റെ സ്പീഡ് മോഡുലസ് ഓഫ് ഇ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1/40 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 4 ഇ റേസ് ടു 40. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 16t ക്യൂബ് പ്ലസ് 16t ഇ റേസ് ടു 40 ഡിവൈഡഡ് ബൈ 2 റൂട്ട് ടി. അതാണ് ആ പാർട്ടിക്കിളിൻ്റെ സ്പീഡ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മൂവിങ് ഒബ്ജക്റ്റ് ഹാസ് എൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഗിവൺ ബൈ ദി വെക്റ്റേഴ്സ് ആർ ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് k ആൻഡ് വെക്റ്റർ വി ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2k. ഇറ്റ്സ് ആക്സിലറേഷൻ അറ്റ് ടൈം t ഈസ് വെക്റ്റർ a of t ഈക്വൽ ടു 60i പ്ലസ് j പ്ലസ് 2k. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് പൊസിഷൻ അറ്റ് ടൈം t. സോ ഇവിടെ ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി വെക്റ്ററും പൊസിഷൻ വെക്റ്ററും അറ്റ് ടൈം t കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വെലോസിറ്റി വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ വെക്റ്റർ, അതായത് വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എ ഓഫ് ടി. ആ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വെക്റ്റർ കണ്ടുപിടിക്കാവുന്നതാണ്. വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 60i പ്ലസ് j പ്ലസ് 2k ഡി ടി. വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t സ്ക്വയർ ഐ പ്ലസ് tj പ്ലസ് 2tk പ്ലസ് c, where c is a constant vector. ദെൻ കോൺസ്റ്റൻറ്റ് വെക്റ്റർ c ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതായത് വി ഓഫ് 0 തന്നിട്ടുണ്ട്. വി ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2k. സോ ടിക്ക് പകരം 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വി ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2k ആയതുകൊണ്ട് വി ഓഫ് 0 ഈക്വൽ ടു വെക്റ്റർ c ഈക്വൽ ടു ഐ പ്ലസ് 2k. സോ വെക്റ്റർ c ഈക്വൽ ടു ഐ പ്ലസ് 2k. അത് വി ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു 3t സ്ക്വയർ ഐ പ്ലസ് tj പ്ലസ് 2tk പ്ലസ് ഐ പ്ലസ് 2k. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു 3t സ്ക്വയർ പ്ലസ് 1 ഐ പ്ലസ് tj പ്ലസ് 2 ഇൻറ്റു ടി പ്ലസ് 1k. അതാണ് അറ്റ് എനി ടൈം ടി ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്റ്റർ. ദെൻ നമുക്കറിയാം പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി, അതായത് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വി ഓഫ് ടി. ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി കണ്ടുപിടിക്കാം. പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഓഫ് ടി ഡി ടി which is equal to integral of 3t square plus 1 i plus tj plus 2 into t plus 1k dt. കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂ പ്ലസ് ടി ഐ പ്ലസ് 1/2 ടി സ്ക്വയർ ജെ പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2tk പ്ലസ് കോൺസ്റ്റൻറ്റ് വെക്റ്റർ ഡി. ദെൻ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ യൂസ് ചെയ്ത് നമുക്ക് കോൺസ്റ്റൻറ്റ് വെക്റ്റർ ഡി ഇവാലുവേറ്റ് ചെയ്യാം. ആർ ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് k ആയതുകൊണ്ട് നേരത്തെ കിട്ടിയ ആർ ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആർ ഓഫ് 0 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ഡി ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് k. സോ ഡി ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് k. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂ പ്ലസ് ടി ഐ പ്ലസ് 1/2 ടി സ്ക്വയർ ജെ പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2tk പ്ലസ് ഐ പ്ലസ് 2j പ്ലസ് k. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ടി ക്യൂ പ്ലസ് ടി പ്ലസ് 1 ഐ പ്ലസ് 1/2 ടി സ്ക്വയർ പ്ലസ് 2j പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1k. ഇവിടെ k കമ്പോണൻറ്റ് ടി സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 അത് ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്കതിന് പകരം ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂ പ്ലസ് ടി പ്ലസ് 1 ഐ പ്ലസ് 1/2 ടി സ്ക്വയർ പ്ലസ് 2j പ്ലസ് ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ k. അതാണ് തന്നിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി അറ്റ് എനി ടൈം ടി. നെക്സ്റ്റ് പൊസിഷൻ ഫംഗ്ഷൻ ഫോർ എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിൻ്റെ അതൊരു ഗണ്ണിൽ നിന്നും ഫയർ ചെയ്ത ഷെല്ലോ, ഫോർവേഡ് ഡയറക്ഷനിൽ ത്രൂ ചെയ്ത ബോളോ എയറോയോ എന്ത് വേണമെങ്കിലും ആവാം. അത്തരത്തിലുള്ള ഒരു പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇനി പറയുന്നത്. ഒരു പ്രൊജക്ടൈൽ ഹൈറ്റ് എച്ചിൽ നിന്നും v0 ഇനീഷ്യൽ സ്പീഡിൽ ഫയർ ചെയ്തു എന്ന് വിചാരിക്കുക.
അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ ആൽഫ ആണെങ്കിൽ ആ പ്രൊജക്ടൈലിൻ്റെ ട്രാജക്ടറിയുടെ അതായത് പാത്തിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഇതായിരിക്കും. വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വി നോട്ട് കോസ് ആൽഫ ഇൻറ്റു ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് 1/2 ജി ടി സ്ക്വയർ ജെ, where g is the constant of acceleration due to gravity. സോ ഒരു പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഒരു പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുൻപ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ഈ ഒരു ഫോർമുല ആണെങ്കിൽ y ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്ത് അതിൽ നിന്നും ടി സോൾവ് ചെയ്തെടുത്ത് അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ടിയുടെ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദെൻ ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഓഫ് ടിയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടി y ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. y ഓഫ് ടി ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ മാക്സിമം വാല്യൂ അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഇമ്പാക്റ്റ് ആ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ടൈമാണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് പ്രോബ്ലം നോക്കാം. എ ഷെൽ ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ 100 മീറ്റർ എബവ് എ ലെവൽ ടെറൈൻ. ദി മൾസിൽ സ്പീഡ് ഓഫ് ദി ഗൺ ഈസ് 500 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇറ്റ്സ് ആംഗിൾ ഓഫ് എലവേഷൻ ഈസ് 30 ഡിഗ്രി. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി റേഞ്ച് ഓഫ് ദി ഷെൽ. Second one, what is the maximum height attained by the shell? Third one, what is the speed of the shell at impact? സോ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലുള്ള ഹില്ലിൽ ലൊക്കേറ്റ് ചെയ്ത ഗണ്ണിൽ നിന്നും ഒരു ഷെല്ല് ഫയർ ചെയ്യുന്നു. ഗണ്ണിൻ്റെ മസിൽ സ്പീഡ് 500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ട് ഈക്വൽ ടു 500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലവേഷൻ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി. ദെൻ ഹൈറ്റ് എച്ച് ഈക്വൽ ടു 100 മീറ്റർ. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം ആ ഷെല്ലിൻ്റെ റേഞ്ചാണ്. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ ഷെല്ല് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്നാണ്. ദെൻ തേർഡ് പാർട്ടിൽ അതിൻ്റെ ടൈം ഓഫ് ഇമ്പാക്റ്റിലുള്ള സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ടും ഹൈറ്റ് എച്ചും ആംഗിൾ ഓഫ് ഇലവേഷൻ ആൽഫയും ആണെങ്കിൽ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വി നോട്ട് കോസ് ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് 1/2 ജി ടി സ്ക്വയർ ജെ, where g is the constant of acceleration due to gravity. ഇവിടെ വി നോട്ട് ഈക്വൽ ടു 500, എച്ച് ഈക്വൽ ടു 100 മീറ്റർ, ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു 500 ഇൻറ്റു കോസ് 30 ഡിഗ്രി ടി ഐ പ്ലസ് 100 പ്ലസ് 500 ഇൻറ്റു സൈൻ 30 ഡിഗ്രി ടി മൈനസ് 4.9 ടി സ്ക്വയർ ജെ. കാരണം ജി എന്നുള്ളത് 9.8 ആണ്. ദെൻ കോസ് 30 ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ 2, സൈൻ 30 ഈക്വൽ ടു 1/2. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു 250 √3 ടി ഐ പ്ലസ് 100 പ്ലസ് 250 ടി മൈനസ് 4.9 ടി സ്ക്വയർ ജെ. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു 250 √3 ടി ആൻഡ് വൈ ഈക്വൽ ടു 100 പ്ലസ് 250 ടി മൈനസ് 4.9 ടി സ്ക്വയർ. ദെൻ നമ്മളോട് ആദ്യത്തെ പാർട്ടിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഷെല്ലിൻ്റെ റേഞ്ചാണ്. അതിനുവേണ്ടി y ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് ടി കണ്ടുപിടിച്ചാൽ ആ ഷെല്ലിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടും. സോ y ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യുമ്പോൾ 4.9 ടി സ്ക്വയർ മൈനസ് 250 ടി മൈനസ് 100 ഈക്വൽ ടു 0. ഇത് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അത് യൂസ് ചെയ്യുമ്പോൾ അവിടെ എക്സിന് പകരം വേരിയബിൾ ടി ആയി എന്ന് മാത്രം. അത് യൂസ് ചെയ്യുമ്പോൾ ടി ഈക്വൽ ടു 250 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 62,500 പ്ലസ് 1,960 ഡിവൈഡഡ് ബൈ 9.8. ടിയുടെ നെഗറ്റീവ് റൂട്ട് റിജക്റ്റ് ചെയ്ത് കളയുമ്പോൾ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 51.4. അതായത് ടൈം ഓഫ് ഇമ്പാക്റ്റ് 51.4 ആണ്. അതായത് ആ പ്രൊജക്റ്റൈൽ ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ടൈം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 51.4. ദെൻ ആ പ്രൊജക്റ്റൈലിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഓഫ് ടി ടിക്ക് പകരം 51.4 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു 250 ഇൻറ്റു √3 ഇൻറ്റു 51.4 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22,257. അത്രയും മീറ്റേഴ്സാണ് ആ ഷെല്ലിൻ്റെ റേഞ്ച്. ഇത് നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഷെല്ല് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ആ ഷെല്ലിൻ്റെ ഹൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് y ഓഫ് ടി ആണ്. സോ അതിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുവാൻ y ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ y ഓഫ് ടി ഈക്വൽ ടു 100 പ്ലസ് 250 ടി മൈനസ് 4.9 ടി സ്ക്വയർ.
ദെൻ അതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം y ഓഫ് ടിയുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ y ഓഫ് ടി ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സിലും അതിൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻഡ് ആയിരിക്കും. സോ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് y ഡാഷ് ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ് മാത്രമായിരിക്കും. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി y ഡാഷ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ y ഡാഷ് ഈക്വൽ ടു 250 മൈനസ് 9.80. സോ y ഡാഷ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 250 മൈനസ് 9.80 ഈക്വൽ ടു 0. അതിൽ നിന്നും ടി സോൾവ് ചെയ്തെടുക്കുമ്പോൾ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 25.5. സോ y ഓഫ് ടിയുടെ ആകെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് ടി ഈക്വൽ ടു 25.5. ദെൻ y ഡബിൾ ഡാഷ് ഓഫ് 25.5 ലെസ് ദാൻ 0 ആണെങ്കിൽ y ഓഫ് ടിക്ക് ടി ഈക്വൽ ടു 25.5 മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. ഇവിടെ y ഡബിൾ ഡാഷ് ഓഫ് ടി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. y ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 9.8. So in particular y double dash of 25.5 equal to minus 9.8 which is less than 0. So second derivative test use ചെയ്യുമ്പോൾ y of t ക്ക് t equal to 25.5 മാക്സിമം വാല്യൂ ആണ് ഉള്ളത്. സോ അതിൻ്റെ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് t equal to 25.5 സോ നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി y of 25.5 കണ്ടുപിടിച്ചാൽ മതി. സോ ദി മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദി ഷെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100 plus 250 into 25.5 minus 4.9 into 25.5 square which is approximately equal to 3289. So the maximum height attained by the shell is 3289 meters. Then C പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ടൈം ഓഫ് ഇമ്പാക്റ്റിലുള്ള ഷെല്ലിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുവാനാണ്. അതായത് ആ ഷെല്ലിനെ ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സ്പീഡ്. അതിനുവേണ്ടി ആ ടൈമിലുള്ള വെലോസിറ്റി വെക്റ്റർ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ആ ഷെല്ലിൻ്റെ ടൈം ഓഫ് ഇമ്പാക്റ്റ് പാർട്ട് എയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 51.4 ആയിരുന്നു. അതായത് ആ ഷെല്ല് ഗ്രൗണ്ടിനെ വീണ്ടും സ്ട്രൈക്ക് ചെയ്യുന്ന ടൈം ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 51.4. അതാണ് അതിൻ്റെ ടൈം ഓഫ് ഇമ്പാക്റ്റ്. ഷെല്ലിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു 250 റൂട്ട് 3 ടി ഐ പ്ലസ് 100 പ്ലസ് 250 ടി മൈനസ് 4.9 ടി സ്ക്വയർ ജെ. ദെൻ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 250 root 3i plus 250 minus 9.8 t j. Then time of impact ഉള്ള അതിൻ്റെ velocity v of 51.4 which is approximately equal to 250 root 3i plus 250 minus 9.8 into 51.4 j which is equal to 250 root 3i minus 253.7 j. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് v of 51.4 equal to root of 250 root 3 whole square plus 253.7 whole square which is approximately equal to 502. അതായത് ടൈം ഓഫ് ഇമ്പാക്റ്റിലുള്ള ആ ഷെല്ലിൻ്റെ സ്പീഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 502 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് നമ്മളോട് സി പാർട്ടിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ദാറ്റ് മൂവ്സ് അലോങ് എ പ്ലെയിൻ കർവ് സി described by the position vector r of t equal to cos ti plus 3 sin t j at t equal to pi by 4. Sketch the path of the object and the vectors v of pi by 4 and a of pi by 4. So ഇവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും സ്പീഡും അറ്റ് ടൈം ടി ഈക്വൽ ടു പൈ ബൈ 4 കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ കേവിൻ്റെ പാത്ത് സ്കെച്ച് ചെയ്യുവാനും അതിൽ വി ഓഫ് പൈ ബൈ 4 അതുപോലെ എ ഓഫ് പൈ ബൈ 4 ഈ രണ്ട് വെക്റ്റേഴ്സും ഡിസ്പ്ലേ ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ വെലോസിറ്റി വെക്റ്ററും ആക്സിലറേഷൻ വെക്റ്ററും സ്പീഡും കണ്ടുപിടിക്കാം. അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് 3 സൈൻ ടി ജെ ആയതുകൊണ്ട് അറ്റ് എനി ടൈം ടി വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് 3 കോസ് ടി ജെ. ദെൻ t equal to pi by 4 velocity v of pi by 4 equal to minus 1 by root 2i plus 3 by root 2k. കാരണം sin pi by 4 എന്നുള്ളത് 1 by root 2 ആണ്. അതുപോലെ cos pi by 4 എന്നുള്ളതും 1 by root 2 തന്നെയാണ്. സോ അതിൽ നിന്നും v of pi by 4 equal to minus 1 by root 2i plus 3 by root 2k. Then അതിൻ്റെ ആക്സിലറേഷൻ വെക്റ്റർ a of t equal to v dash of t which is equal to minus cos ti minus 3 sin t j. So at t equal to pi by 4 acceleration a of pi by 4 equal to minus 1 by root 2i minus 3 by root 2k. and t equal to pi by 4 ആയിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി t equal to pi by 4 വെലോസിറ്റി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി v of pi by 4 കണ്ടിട്ടുണ്ട്. v of pi by 4 equal to minus 1 by root 2i plus 3 by root 2k.
ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ടി ഈക്വൽ ടു π/4 ആയിരിക്കുമ്പോൾ ഉള്ള ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്. വി ഓഫ് π/4ൻ്റെ മാഗ്നിറ്റ്യൂഡ് √1/2 + 9/2 വിച്ച് ഇസ് ഈക്വൽ ടു √10/2 അതായത് √5. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് ടി ഈക്വൽ ടു π/4 ആയിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്. ദെൻ നമ്മളോട് ആ ഒബ്ജക്റ്റിൻ്റെ പാത്ത് സ്കെച്ച് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. ആ കർവ് സിയുടെ വെക്റ്റർ ഇക്വേഷൻ r of t ഈക്വൽ ടു cos ti + 3 sin t j ഇതായതുകൊണ്ട് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ x ഈക്വൽ ടു cos t, y ഈക്വൽ ടു 3 sin t. ദെൻ അതിൽ നിന്നും y/3 ഈക്വൽ ടു sin t. സോ x² + y/3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം cos² t + sin² t ഈക്വൽ ടു 1 ആണ്. സോ കർവ് സിയുടെ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ x²/1² + y²/9 ഈക്വൽ ടു 1. അത് ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. ആ എലിപ്സ് ഇവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ആ കർവ് സിയിൽ വി ഓഫ് π/4ഉം എ ഓഫ് π/4ഉം ഡിസ്പ്ലേ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വി ഓഫ് π/4 എന്നുള്ള വെക്റ്റർ -1/√2i + 3/√2k ആണ്. അത് -1/√2, 3/√2 ഈ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. ആ പൊസിഷൻ വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും യാതൊരു ചേഞ്ചും വരുത്താതെ കറസ്പോണ്ടിങ് ആയിട്ട് കർവ് സിയിലെ പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ടി ഈക്വൽ ടു π/4 ആയിരിക്കുമ്പോൾ കർവ് സിയിലെ പോയിൻറ്റ് r of π/4 ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1/√2, 3/√2 എന്നുള്ള പോയിൻറ്റ് കിട്ടും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ വി ഓഫ് π/4 അതായത് -1/√2i + 3/√2k അതായത് -1/√2, 3/√2 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ആ പോയിൻറ്റിനെ 1/√2, 3/√2 ഈ ഒരു പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എ ഓഫ് π/4നെ അത് -1/√2i - 3/√2k എന്നുള്ള വെക്റ്ററാണ്. ആ ഒരു വെക്റ്റർ -1/√2, 3/√2 ഈ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. ആ പൊസിഷൻ വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും യാതൊരു ചേഞ്ചും വരുത്താതെ r of π/4ൽ അതായത് 1/√2, 3/√2 ഈ ഒരു പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് ദി പൊസിഷൻ വെക്റ്റർ r of t ഈക്വൽ ടു വെക്റ്റർ √t, 1 + √t, t. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ പാത്തിലെ ആർബിട്രറി ആയിട്ടൊരു പോയിൻറ്റിലുള്ള വെലോസിറ്റി വെക്റ്ററും ആക്സിലറേഷനും അതുപോലെ തന്നെ സ്പീഡും കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ കണ്ടുപിടിക്കാം. ഇവിടെ r of t ഈക്വൽ ടു വെക്റ്റർ √t, 1 + √t, t ആയതുകൊണ്ട് കമ്പോണൻറ്റ് വൈസ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി വെക്റ്റർ v of t ഈക്വൽ ടു വെക്റ്റർ 1/2√t, 1/2√t, 1. അതുപോലെ തന്നെ വെലോസിറ്റി വെക്റ്ററിനെ കമ്പോണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ സാധിക്കും. ആക്സിലറേഷൻ വെക്റ്റർ a of t ഈക്വൽ ടു വെക്റ്റർ -1/4t⁵², -1/4t⁵², 0. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് മോഡുലസ് ഓഫ് v of t ഈക്വൽ ടു വെലോസിറ്റി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു √1/40 + 1/40 + 1. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ √40 + 2 / 40 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു √40 + 2 / 2. അതാണ് അതിൻ്റെ സ്പീഡ്. Then next question, find the velocity and position vectors of an object with the acceleration vector a of t equal to I - tj + 1 + tk, initial velocity I + k and initial position j + k. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ പൊസിഷനും തന്നിട്ടുണ്ട്. അതിൽ നിന്നും അതിൻ്റെ വെലോസിറ്റി വെക്റ്ററും പൊസിഷൻ വെക്റ്ററും കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വെലോസിറ്റി വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ആക്സിലറേഷൻ വെക്റ്റർ. സോ വെലോസിറ്റി വെക്റ്റർ കണ്ടുപിടിക്കുവാൻ ആക്സിലറേഷൻ വെക്റ്ററിനെ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അതിൽ നിന്നും വെക്റ്റർ v of t ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് a of t dt വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് I - tj + 1 + tk dt. അതിന് വിത്ത് റെസ്പെക്ട് ടു t കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ti - t²/2j + t + t²/2k + c1 എന്ന് കിട്ടും. ദെൻ കോൺസ്റ്റൻറ്റ് c1 കണ്ടുപിടിക്കാൻ വേണ്ടി t ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി v of 0 ഈക്വൽ ടു I + k എന്ന് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വെക്റ്റർ c1 ഈക്വൽ ടു I + k അത് v of tയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ v of t ഈക്വൽ ടു ti - t²/2j + t + t²/2k + I + k. ദെൻ I കമ്പോണൻസും j കമ്പോണൻസും k കമ്പോണൻസും ഒരുമിപ്പിക്കുമ്പോൾ
വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു 1 പ്ലസ് ടി ഐ മൈനസ് ടി സ്ക്വയർ ബൈ 2 ജെ പ്ലസ് 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 കെ. അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വെക്റ്റർ. ഇത് നമുക്കറിയാം പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് വി ഓഫ് ടി. സോ വി ഓഫ് ടിയിൽ നിന്നും പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി കണ്ടുപിടിക്കുവാൻ വേണ്ടി വി ഓഫ് ടിയെ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ വി ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 പ്ലസ് ടി ഐ മൈനസ് ടി സ്ക്വയർ ബൈ 2 ജെ പ്ലസ് 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 കെ. അതിനെ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 ഐ മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ജെ പ്ലസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 കെ പ്ലസ് കോൺസ്റ്റൻറ്റ് വെക്റ്റർ C2. ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ് വെക്റ്റർ C2 കണ്ടുപിടിക്കാൻ വേണ്ടി ലെറ്റിംഗ് ടി ഈക്വൽ ടു 0. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ ജെ പ്ലസ് കെ എന്ന് തന്നിട്ടുണ്ട്. അതായത് ആർ ഓഫ് 0 ഈക്വൽ ടു ജെ പ്ലസ് കെ. അത് യൂസ് ചെയ്യുമ്പോൾ വെക്റ്റർ C2 ഈക്വൽ ടു ജെ പ്ലസ് കെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ഐ മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ജെ പ്ലസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 കെ പ്ലസ് ജെ പ്ലസ് കെ. ദെൻ ഐ കമ്പോണൻസും ജെ കമ്പോണൻസും കെ കമ്പോണൻസും ഒരുമിപ്പിക്കുമ്പോൾ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ഐ പ്ലസ് 1 മൈനസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ജെ പ്ലസ് 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 കെ. അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ.